നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടത്തോര റെഡിയാക്കാൻ വേണ്ടിയിട്ട് 5 സ്പൂണോളം തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ല വലിയൊരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ മുട്ടത്തോരന് വേണ്ടിയിട്ട് ഒരു അരമുറി സവാള വളരെ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചെടുക്കണം. ഈ മുട്ടത്തോരൻ എങ്ങനെയാണ് സ്പെഷ്യൽ ആകുന്നതെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ അമ്മ തിരുവോണത്തിൻ്റെ അന്ന് ഈ രീതിയിലാണ് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു നാടൻ രീതിയിലുള്ള മുട്ടത്തോരനാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു 3/4 സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കൊത്തി പൊടിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒത്തിരി അങ്ങ് വഴലേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. സവാള മൂത്ത് വരുമ്പം അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 മുട്ട മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ തേങ്ങ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ഈ പാത്രത്തിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കിയെടുക്കണം. അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് വെന്ത് വരും. അപ്പം വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നതെങ്കിൽ തവിയുടെ അറ്റം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് വിട്ടാൽ മതി. ഈ തോരനിൽ കറിവേപ്പിലയുടെ ചെറിയൊരു കുറവുണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പില അന്നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില ചേർക്കുക. ഈ തോരനിൽ മല്ലിയില ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തോരൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതേപോലെ തന്നെ താറാമുട്ട വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും അത്. നാടൻ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.